മച്ചമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിനെ കൊണ്ട് നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുക, ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ വേര്, അതേപോലെ തന്നെ അതിൻ്റെ കായ്, അതിൻ്റെ പൂവ്, ഇതെല്ലാം ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര ആരോഗ്യ ഗുണങ്ങളാണ് നമ്മളെ ഈ ശംഖുപുഷ്പത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാനും, അതേപോലെ തന്നെ അമിതവണ്ണം കുറക്കാനും, അതേപോലെ നമ്മളെ എന്താ പറയണ്ടേ സ്കിന്നിൻ്റെ ടോണ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതിനെല്ലാമുള്ളൊരു നല്ല അത്യുത്തമമായ ഒരു മെഡിസിൻ കൂടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിൻ്റെ പൂവിനെ കൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അരക്കായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ തെറ്റായ സന്ദേശങ്ങളുണ്ട്. ആ ഒരു തെറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് വെള്ളം തിളക്കുമ്പം തന്നെ അതിൻ്റെ അകത്തേക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇട്ടിട്ട് അത് തണിഞ്ഞതിന് ശേഷം കുടിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കുടിക്കേണ്ടത്. നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനുണ്ട്. മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ നമ്മളെ ചങ്ങായിമാരുണ്ടെങ്കിൽ ഈ ടീ കുടിക്കേണ്ട കേട്ടോ, ശംഖുപുഷ്പത്തിൻ്റെ ടീ കുടിക്കേണ്ട. കാരണം മദ്യാസക്തി കുറക്കുന്നാണ് ഇത് പറയുന്നത്. അപ്പം കുടിക്കാൻ താല്പര്യമുള്ളവർ, മദ്യം കഴിക്കാൻ താല്പര്യമുള്ളവർ ഈ സാധനം കഴിക്കേണ്ട. കാരണം മദ്യം കഴിക്കാനുള്ള ആ ടെൻഡൻസി കുറക്കുന്നതാണ് പറയും. ശംഖുപുഷ്പത്തിന് അപരാജിത എന്നൊരു പേരും കൂടിയുണ്ട്. ആ ഒരു പേര് വരാൻ കാരണം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ശംഖുപുഷ്പത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്ന മെഡിസിൻ അത് എന്തും അത്രയും ഫലപ്രദമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും അത്രയും ഫലപ്രദമായതുകൊണ്ട് തന്നെയാണ് അതിലൊരു പരാജയം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപരാജിത എന്നുള്ള പേര് വരാനുള്ള. കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ല മരുന്ന്, ആയുർവേദത്തിൽ ഏറ്റവും നല്ല മരുന്ന് തന്നെ പറയുന്നത് ഈ ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ചിട്ട് 2 സ്പൂണ് അതിൻ്റെ നീരെടുത്തിട്ട് അതിൽ വെണ്ണ ചൂടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വളരെ നല്ല മെഡിസിനാണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മളെ നാട്ടിൻപുറത്തെ തൊടികളിലെല്ലാം ഇഷ്ടം പോലെ പണ്ട് കാലത്ത് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം. അപ്പോൾ ശംഖുപുഷ്പം സാധാരണയായിട്ട് 2 വെറൈറ്റിയിലാണ് കാണുന്നത്. ഒന്ന് ബ്ലൂ, ഒന്ന് വൈറ്റ്, അങ്ങനെ 2 വെറൈറ്റിയിലാണ് കണ്ടുവരുന്നത്. അതുപോലെ 2 നിറത്തിലാണ് കാണുന്നത്. ഒന്ന് വെള്ള നിറത്തിലും ഒന്ന് ബ്ലൂ കളറിലുമാണ് കാണുന്നത്. ബ്ലൂ ടീയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും, അതേപോലെ തന്നെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ, ആങ്സൈറ്റി കുറക്കാൻ, ഓർമ്മശക്തി കൂട്ടാൻ, ഇതിനെല്ലാം നല്ലൊരു മെഡിസിനാണ് ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത്. പിന്നെ മുഖസൗന്ദര്യത്തിന് ശംഖുപുഷ്പം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും, അതുപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനും ഈ ബ്ലൂ ടീ നല്ലൊരു റിസൾട്ട് തന്നെയാണ് തരുന്നത്. ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കുന്നതിനും ശംഖുപുഷ്പം നല്ല ഒരു മെഡിസിൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിനെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ബ്ലൂ ടീ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ടി ശംഖുപുഷ്പം കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം 2 ഗ്ലാസ് ബ്ലൂ ടീയാണ് ഉണ്ടാക്കുന്നത്. ഞാനും ബിന്ദുവും കഴിക്കേണ്ടതുകൊണ്ട് 2 ഗ്ലാസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 10 ശംഖുപുഷ്പം എടുത്ത് കഴുകിയിട്ട് അതിൻ്റെ ഞെട്ട് മാറ്റി കളയണം. അതിൻ്റെ ഞെട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുക. അധികം ആൾക്കാരും ആ ഞെട്ടടക്കം ഇട്ടിട്ട് കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല. പിന്നെ പൂവ് മാത്രമേ എടുക്കണ്ടൂ, അതിൻ്റെ ദളങ്ങൾ മാത്രമേ എടുക്കണ്ടൂ. അപ്പോൾ നമ്മൾ 10 ശംഖുപുഷ്പത്തിൻ്റെ പൂവെടുത്തിട്ട് അപ്പം നമ്മൾ 10 ശംഖുപുഷ്പം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാൻ പോകുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളത് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട്. തിളച്ച വെള്ളം 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇത് 2 ആൾക്ക് വേണ്ടുന്നതുകൊണ്ടാണ് നമ്മൾ 2 ഗ്ലാസ്സിലെടുക്കുന്നത്. നിങ്ങൾ ഒരാൾക്ക് മാത്രമാണെങ്കിൽ 1 ഗ്ലാസ്സിൽ മാത്രം 5 പുഷ്പം ഇട്ടിട്ട് ചെയ്താൽ മതി. അതിനുശേഷം 5 പുഷ്പം എടുത്തിട്ട് അതൊന്ന്
ഞെരടി എടുക്കണം. മൊത്തത്തിലൊന്ന് ഞെരടിയിട്ട് നമ്മൾ അത് ആ വെള്ളത്തിലേക്ക്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. പലരും അങ്ങനെ തന്നെ ഇട്ടിട്ട് തിളപ്പിക്കുന്നതാണ്, അത് ശരിയായ രീതിയല്ല. ഇതേപോലെ കുറച്ചൊന്ന് പുഷ്പം ചെറുങ്ങനെ ഞെരടിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ടത് അടച്ചു വെക്കുക. അപ്പോൾ ഇത് ഭംഗിയായിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ തന്നെ ശരിക്കും ഒരു നീല കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് വെറും വയറ്റിൽ ഇതിൻ്റെ വെള്ളം കുടിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ രീതി. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതിന് ഗുണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.